ഹായ്, വെൽക്കം ടു മൈ ചാനൽ. പാപ്പു നോ ഇവിടെ വെക്ക്. നമ്മൾ വീണ്ടും തിരുവാതിര പ്രാക്ടീസിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ പ്രാക്ടീസ് ഉണ്ട്, അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലേറ്റായി പോകണം. ലേറ്റായി മോനെ ഒന്ന് റെഡിയാക്കാനായിട്ട് താമസിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഉണ്ട്. ദിവസമില്ല, ഒത്തിരി കുറച്ച് തിരക്കായി പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരും ലേറ്റായി. അപ്പം അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ എത്തി കേട്ടോ. ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരാൾ എത്തിയെന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. വാ, അപ്പോൾ ആരും എത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ തങ്കച്ചിയാണ് കേട്ടോ ഇയാളുടെ പേര്. അങ്ങനെ അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി, എല്ലാവരെയും കണ്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെ കുറേ നേരത്തെ കാര്യം പറിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി. അത്യാവശ്യം 4 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഞങ്ങൾ തന്നെ 10-16 പേരുണ്ട്. കുറച്ച് പേര് പിന്നീട് ഞാൻ പോയതിന് ശേഷം കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം വന്നവർ തമ്മിൽ കളിച്ച് ഒരുപാട് നാളായി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഒരു 3-4-5 മാസമാവും. അപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ വിട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് നോക്കി എല്ലാം മറന്നുപോയെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു മോഹം ചായ കുടിച്ചാലോ ഒന്ന്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഇവിടെ ഏകദേശം ആവുന്നുണ്ട്. ചായയൊക്കെ ഏകദേശം നല്ല കടുപ്പത്തിലാവുന്നുണ്ട്. അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രാക്ടീസ് നോർമൽ ചെയ്യുന്ന അത്രയ്ക്കൊന്നും ചെയ്തില്ല കേട്ടോ, കുറച്ച് ചെയ്തുള്ളൂ. ചിലർക്ക് തിരക്കായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് പോയി. ഇനിയിപ്പം സൺഡേ, അതായത് ഞായറാഴ്ച ഏകദേശം സമയം കാണും. കാരണം തിങ്കളാഴ്ചയാണല്ലോ വരുന്നത്, ശ്രീകൃഷ്ണ ജയന്തി വരുന്നത്. അപ്പം ഏകദേശം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് കവറാവും. നമ്മൾ കളിക്കുന്ന ഡാൻസ് തന്നെയാണ്, നമ്മൾ കളിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് കുറേ പേര് വിട്ടുപോയി. ഞാനുൾപ്പെടെ കുറേ പേര് വിട്ടുപോയി. അപ്പോൾ അതൊന്ന് കവറാവണം. അതിനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് പേര് ആൾക്കാരും കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുക, ചായ റെഡിയാക്കാം. പെട്ടെന്നൊരു ചായ കൊതി കേട്ടോ. നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മോളില്ല, മോള് അമ്മയുടെ അടുത്താണ്. അപ്പോൾ അവളങ്ങ് വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി ഞാനും മോനും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് ചായ കുടിച്ച് സെറ്റാവും. നിങ്ങളൊക്കെ എങ്ങനെ ഈവനിങ് ചായ കുടിക്കുമോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കും, ഇങ്ങനെ തോന്നുമ്പോഴത്തേക്കൊക്കെ ചായ കുടിക്കും കേട്ടോ. അപ്പം ചായ കിട്ടിയിട്ടുണ്ടെന്നല്ല, ഞാൻ തന്നെ ഇട്ടു, ഞാൻ തന്നെ എടുത്ത ചായ. അപ്പം നമുക്ക് പോയി ഇരുന്ന് കുടിക്കാം. ഓക്കെ. അങ്ങനെ പിന്നെ വലിയ കാര്യത്തിൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ഈ പിള്ളേരുടെ സ്ഥിരം പരിപാടിയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം നിൽക്കുമ്പോഴത്തേക്ക് അവർ അത്യാവശ്യങ്ങളായിരിക്കുമല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ ചായയും കൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് അവന് ഉടുപ്പ് മാറണം. അങ്ങനെ പിന്നെ ചായ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. ചൂടോടെ കുടിക്കുമ്പോഴത്തേക്കാണല്ലോ ചായക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം അവിടെ എല്ലാം വലിച്ചു വാരി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്ഥിരം പരിപാടി. ഒരു ദിവസത്തിൽ ഞാൻ എത്ര തവണ വീഡിയോ എടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചായ കുടിക്കും. പിന്നെ അവിടെ എല്ലാം ഏകദേശം ഇതെല്ലാം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനോ ഒന്നും തോന്നത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വാരിയൊക്കെ എല്ലാം വെച്ചിട്ട് ശേഷം ചായ കുടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതെല്ലാം വാരി ഏകദേശം ഒതുക്കി അവൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ആരിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് ആരും മോളും ഇല്ല, ഹസ്ബൻഡും വന്നിട്ടില്ല. അങ്ങനെ ഞാനും അവനും മാത്രമേ ഉള്ളൂ. അവനങ്ങനെ ചായ അങ്ങനെ കൊടുക്കാറില്ല. എനിക്കത് നോക്കി പിള്ളേർക്ക് ഞാൻ അങ്ങനെ ചായ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രാക്ടീസിന് പോയതാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചതുകൊണ്ട് ഇത് കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ.
ഇത് എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അവളിങ്ങനെ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കൊള്ളാന്ന് പറയും. ഞാനിങ്ങനെ പറയുന്നത് ചേച്ചിയുടേതാണ്, കുറേ നാളായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നൊക്കെ. കുറേ നാളായി ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ഒരു രസം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഡിസ്കഷൻ ആണല്ലോ നമ്മൾ ഈ പ്രാക്ടീസും ഡാൻസും എന്ന് പറയുമ്പോഴത്തേക്ക്. പൊസിഷൻ നോക്കണം, പെയർ നോക്കണം, അങ്ങനെ ഒരുപാട് നേരത്തെ ഡിസ്കഷനും പിന്നെ പ്രാക്ടീസും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഓക്കെ ആയി, എല്ലാവരും ഓക്കെ ആയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേറ്റായി എത്തിയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തി.